Block 1, Unit 2, Elements of Communication. This unit introduces the essential components of human communication, explaining how messages are created, transmitted, and understood. It also examines factors that may influence or interfere with communication. ഈ യൂണിറ്റിൽ മനുഷ്യൻ്റെ ആശയവിനിമയത്തിലെ പ്രധാന ഘടകങ്ങൾ പരിചയപ്പെടുത്തുന്നു. സന്ദേശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ അയക്കുന്നു, എങ്ങനെ സ്വീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ആശയവിനിമയം ബാധിക്കാവുന്ന ഘടകങ്ങളും പഠിപ്പിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബിക്കം കോംപ്ലക്സ് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ്, ഡിസ്റ്റൻസ്, ടൈമിംഗ് ഓർ ദ ടോപ്പിക്. അരിസ്റ്റോട്ടിൽ highlighted speaker, message and audience as key components. ആശയവിനിമയം പല ഘടകങ്ങൾ കൊണ്ടും കോംപ്ലക്സ് ആവാം. പങ്കാളികളുടെ എണ്ണം, ദൂരങ്ങൾ, സമയം, വിഷയങ്ങളുടെ സങ്കീർണത മുതലായവ. അരിസ്റ്റോട്ടിൽ ആശയവിനിമയത്തിൽ പ്രധാന ഘടകങ്ങളായി പ്രസൻറ്റർ, സന്ദേശം, ശ്രോതാക്കൾ എന്നിങ്ങനെ 3 ഭാഗങ്ങൾ പറഞ്ഞു. Elements of Communication, SMCR. The SMCR model by David Barlow includes 4 main elements: sender, message, channel, and receiver. It shows how encoding and decoding are crucial in communication. ഡേവിഡ് ബെർലോ അവതരിപ്പിച്ച SMCR മോഡലിൽ 4 പ്രധാന ഘടകങ്ങളുണ്ട്. അയച്ചവൻ, സന്ദേശം, മാർഗം, സ്വീകരിക്കുന്നവൻ. ആശയങ്ങൾ എങ്ങനെ പാക്ക് ചെയ്ത് അയക്കുന്നു, എങ്ങനെ തുടർന്ന് മനസ്സിലാക്കുന്നു എന്നത് ഇവിടെ വിശദീകരിക്കുന്നു. സെൻഡർ, ആദ്യത്തേത് SMCRൽ ആദ്യത്തേത് സെൻഡർ. The sender starts the communication by encoding thoughts into messages. Factors like communication skills, attitudes, knowledge, social system, and culture affect how the sender delivers the message. ആശയവിനിമയം ആരംഭിക്കുന്നവനാണ് അയച്ചവൻ. അവൻ്റെ ആശയങ്ങൾ സന്ദേശമായി രൂപപ്പെടുത്തുന്നു. ആശയവിനിമയ കഴിവുകൾ, മനോഭാവങ്ങൾ, അറിവ്, സാമൂഹിക പശ്ചാത്തലം, സംസ്കാരം മുതലായവ അയച്ചവനെ ബാധിക്കുന്നു. രണ്ടാമത്തേത് മെസ്സേജ്. The message is the content of communication. It includes content, elements, treatment, style, structure and code, language or symbols. സന്ദേശം എന്നാണ് ആശയവിനിമയത്തിൽ ഉള്ള ഉള്ളടക്കം. ഇതിൽ ഉള്ളടക്കം, ഘടകങ്ങൾ, ആക്കുന്ന രീതി, ഘടന, കോഡ്, ഭാഷ, ചിഹ്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ചാനൽ. The channel is the medium through which the message is sent. It can be auditory, hearing, visual, seeing, tactile, touch, olfactory, smell, or gustatory, taste. മാർഗം അല്ലെങ്കിൽ ചാനലാണ് സന്ദേശം അയക്കുന്നതിന് ഉപയോഗിക്കുന്ന വഴി. അത് കേൾവി, കാഴ്ച, സ്പർശം, വാസന, രുചി എന്നിങ്ങനെ ആണെങ്കിൽ എളുപ്പം പെട്ടെന്ന് ലഭിക്കും. അടുത്തത് റിസീവർ. The receiver is the one who decodes the message. Like the sender, their communication skills, attitudes, knowledge, social system, and culture influence how well they understand it. വാങ്ങുന്നവനാണ് സന്ദേശം മനസ്സിലാക്കുന്നത്. അയച്ചവനെ ബാധിക്കുന്ന അതേ ഘടകങ്ങൾ സ്വീകരിക്കുന്നതിനെയും ബാധിക്കുന്നു. അറിവ്, മനോഭാവം, സംസ്കാരം തുടങ്ങിയവ. അടുത്ത ബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ചെയിൻ. A break in any part of the communication like encoding, channel, decoding causes misunderstanding or message failure. ആശയവിനിമയത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സമുണ്ടെങ്കിൽ, ഉദാഹരണം സന്ദേശം എൻകോഡ് ചെയ്യുന്നത്, ചാനൽ ഡീകോഡ് ചെയ്യുന്നത്, ആശയം തെറ്റായി മനസ്സിലാക്കുകയോ എത്താതിരിക്കുകയോ ചെയ്യാം. Loss or distortion. Loss happens when part of the message is missing. Distortion occurs when the message gets changed. Both led to the communication failure. Loss എന്നത് സന്ദേശത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് ആണ്. ഡിസ്റ്റോർഷൻ എന്നത് സന്ദേശം മാറിപ്പോകുന്നതാണ്. ഇരുവരും ആശയവിനിമയ പരാജയത്തിലേക്ക് നയിക്കും. അടുത്തത് കമ്മ്യൂണിക്കേഷൻ നോയ്സ്. This is any interference that affect understanding of the message. It may be physical, semantic, psychological, sociological, cultural, technical or organizational. നോയ്സ് എന്നത് ആശയവിനിമയം തടസ്സപ്പെടുത്തുന്ന ഏതൊരു തടസ്സവുമാണ്.
ഇത് ശബ്ദം അല്ല, എന്നാൽ സന്ദേശം മനസ്സിലാക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതെന്തും ഇതിൽ ഉൾപ്പെടും. അടുത്ത ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോയ്സ്. ഒന്ന് ഫിസിക്കൽ നോയ്സ്, എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസസ്, ട്രാഫിക്, പോർ ലൈറ്റനിങ്. ഭൗതിക ശബ്ദം, ചുറ്റുപാടുകളിലെ ശബ്ദം, പ്രകാശം കുറവ് തുടങ്ങിയ തടസ്സങ്ങൾ. സെമാൻറ്റിക് നോയ്സ്, കൺഫ്യൂഷൻ വേർഡ്സ് ഓർ ലാംഗ്വേജ് ഡിഫറൻസസ്. അർത്ഥപരമായ നോയ്സ്, വ്യത്യസ്ത ഭാഷാ ഉപയോഗം, പദങ്ങളുടെ വ്യത്യസ്ത അർത്ഥം. മൂന്നാമത്തത് സൈക്കോളജിക്കൽ നോയ്സ്, മെൻ്റൽ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് സ്ട്രെസ്, ബിയാസസ്. മാനസിക നോയ്സ്, മാനസിക സമ്മർദ്ദം, ആകുലത, മുൻവിധികൾ. ഇംപ്രഡക്റ്റീവ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നോയ്സ്, സോഷ്യൽ ബിയാസസ് ലൈക്ക് റാസിസം, ഗ്രൂപ്പ് തിങ്ക്. സാമൂഹിക സങ്കീർണ നോയ്സ്, ജാതി, ലിംഗ, തിന്മ, ഗ്രൂപ്പ് സമ്മർദ്ദം. 5 കൾച്ചറൽ നോയ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഡ്യൂ ടു കൾച്ചറൽ ഡിഫറൻസസ്. സാംസ്കാരിക നോയ്സ്, സംസ്കാര വ്യത്യാസം മൂലം നടക്കുന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾ. 6 ടെക്നിക്കൽ നോയ്സ്, ഇഷ്യൂസ് വിത്ത് ടെക്നോളജി, മൈക്ക്, ഇൻ്റർനെറ്റ്. സാങ്കേതിക നോയ്സ്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ. 7 ഓർഗനൈസേഷണൽ നോയ്സ്, ബാരിയേഴ്സ് വിത്തിൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ നോയ്സ്, സ്ഥാപനത്തെ ആധാരമാക്കിയുള്ള തടസ്സങ്ങൾ. അടുത്ത ഫീഡ്ബാക്ക്. Feedback is the receiver's response. It ensures the message was understood and allows improvement. It can be verbal, non-verbal or action or inaction. പ്രതികരണം എന്നത് സന്ദേശം ലഭിച്ച ശേഷം സ്വീകരിക്കുന്നവൻ നൽകുന്ന പ്രതികരണമാണ്. ഇത് ആശയവിനിമയത്തെ ഫലപ്രദമാക്കുകയും തിരുത്തലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇത് വാക്കുകളിലായിരിക്കാം, ക്രിയയിലായിരിക്കാം, ശരീരഭാഷയിലായിരിക്കാം. അടുത്ത റീക്യാപ്പ്. SMCR, സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. Sender starts the process. Message is the content. Channel is the medium. Receiver interprets it. Feedback completes the loop. Noise disturbs clarity. SMCR മോഡലിലെ ഘടകങ്ങൾ. ആശയവിനിമയം ആരംഭിക്കുന്നു. സന്ദേശം, നൽകുന്ന ഉള്ളടക്കം, മാർഗം, സന്ദേശം എത്തുന്ന വഴി, സ്വീകരിക്കുന്നവൻ, അതിനർത്ഥം കാണുന്നു, പ്രതികരണം, വൃത്തം പൂർണ്ണമാക്കുന്നു. നോയ്സ്, ആശയവിനിമയം തടസ്സപ്പെടുത്തുന്നു. Essay questions and answers. Explain the SMCR model of communication with its components. The SMCR model proposed by David Berlow stands for sender, message, channel, and receiver. It explains how communication works in a linear process. The sender encodes the message, sends it through a chosen channel, and the receiver decodes it. The model also considers how factors like knowledge, attitude, the communication skills influence both sender and receiver. SMCR മോഡൽ ഡേവിഡ് ബെർലോൻ്റെത്. അതിൽ 4 ഘടകങ്ങളിലൂടെയാണ് ആശയവിനിമയം നടക്കുന്നത്. സെൻഡർ, അയച്ചവൻ, മെസ്സേജ്, സന്ദേശം, ചാനൽ, മാർഗം, റിസീവർ, സ്വീകരിക്കുന്നവൻ. അയച്ചവൻ സന്ദേശം എൻകോഡ് ചെയ്ത് ചാനലിലൂടെ അയക്കുന്നു. സ്വീകരിക്കുന്നവൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. അയച്ചവനും സ്വീകരിക്കുന്നതിനുമുള്ള അറിവ്, സമീപനം, ആശയവിനിമയ കഴിവുകൾ എന്നിവ ഈ പ്രക്രിയയെ ബാധിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ നോയ്സ്? ഡിസ്ക്രൈബ് ഇറ്റ്സ് ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്. Communication noise is anything that interferes with the clarity or effectiveness of a message. It includes physical noise, example traffic sounds, semantic noise, example confusing language, psychological noise, example stress, psychological noise, example prejudice, cultural noise, example misunderstanding gestures, technical noise, example poor audio, and organizational noise, example unclear structure. ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളും നോയ്സ് എന്നാണ് വിളിക്കുന്നത്. ശബ്ദം. ഇതിൽ ഫിസിക്കൽ നോയ്സ്, ഉദാഹരണം ഗതാഗത ശബ്ദം. സെമാറ്റിക് നോയ്സ്, വാക്കുകളുടെ അർത്ഥം അറിയാത്തത്. സൈക്കോളജിക്കൽ നോയ്സ്, മനോഭാവം, സമ്മർദ്ദം. സോഷ്യോളജിക്കൽ നോയ്സ്, മുന്നേറ്റ ധാരണകൾ. കൾച്ചറൽ നോയ്സ്, സംസ്കാര വ്യത്യാസം. ടെക്നിക്കൽ നോയ്സ്, സാങ്കേതികതല പരാജയം. ഓർഗനൈസേഷൻ നോയ്സ്, ഘടനയിലെ തടസ്സങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം. വൈ ഈസ് ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ? എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഫീഡ്ബാക്ക് കൺഫേംസ് വെദർ ദ റിസീവർ അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് കറക്റ്റ്ലി. ഇറ്റ് ഹെൽപ്സ് ദ സെൻഡർ അഡ്ജസ്റ്റ് or improve the communication. Feedback can be verbal, non-verbal, or through actions. Without feedback, communication remains
ഇൻകംപ്ലീറ്റ് ആൻഡ് മേ ലെഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. പ്രതികരണ ഫീഡ്ബാക്ക് ലഭിക്കുമ്പോഴാണ് ആശയം ശരിയായി മനസ്സിലാക്കി എന്ന് അയച്ചവന് അറിയാൻ കഴിയുന്നത്. ഇത് ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വാക്കുകളിലോ ശബ്ദത്തിലോ ചിഹ്നങ്ങളിലോ പ്രവൃത്തിയിലൂടെയോ പ്രതികരണം ലഭിക്കാം. പ്രതികരണമില്ലെങ്കിൽ ആശയവിനിമയം അപൂർണമാകും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് ദ സെൻഡർ ആൻഡ് റിസീവർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും റോള് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ചർച്ച ചെയ്യാൻ. ഇനിഷ്യേറ്റേഴ്സ് ദ മെസ്സേജ് ആൻഡ് എൻകോഡ്സ് ഇറ്റ്. Their skills, knowledge, attitude, culture, and background influence how well the message is formed. The receiver decodes the message. Their understanding depends on similar factors. Successful communication occurs when both the sender and receiver are effective in their roles. അയച്ചവൻ സെൻഡർ ആശയവിനിമയം ആരംഭിക്കുന്നു. അവൻ്റെ അറിവ്, മനോഭാവം, സംസ്കാരം, സമൂഹ പശ്ചാത്തലം തുടങ്ങിയവ സന്ദേശത്തെ സ്വാധീനിക്കുന്നു. സ്വീകരിക്കുന്നവൻ റിസീവർ സന്ദേശം തുടർന്ന് മനസ്സിലാക്കുന്നു. അവൻ്റെയും അവ ഘടകങ്ങൾ ആണ് പ്രതികരണത്തെ നയിക്കുന്നത്. അയച്ചവനും സ്വീകരിക്കുന്നവനും തങ്ങളുടെ പങ്ക് ഫലപ്രദമായി നിർവഹിക്കുമ്പോഴാണ് വിജയകരമായ ആശയവിനിമയം നടക്കുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഹു എൻകോഡ്സ് ദ മെസ്സേജ് ഇൻ ദ SMCR മോഡൽ? ആൻസർ സെൻഡർ, അയച്ചവൻ. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ മീഡിയം യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ്? ആൻസർ ചാനൽ, മാർഗം. മൂന്നാമത്തെ, വാട്ട് ഈസ് ദ റെസ്പോൺസ് ഗിവൺ ബൈ ദ റിസീവർ? ആൻസർ ഫീഡ്ബാക്ക്, പ്രതികരണം. വിച്ച് മോഡൽ സ്റ്റാൻഡ്സ് ഫോർ സെൻഡ് മെസ്സേജ് ചാനൽ റിസീവർ? ആൻസർ SMCR. വാട്ട് ഡു വെൽ ഇന്റർഫറൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ? ആൻസർ നോയ്സ്, ശബ്ദം. വിച്ച് നോയ്സ് ഈസ് ദ കോസ്ഡ് ബൈ ലാംഗ്വേജ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്? ആൻസർ സെമാൻറ്റിക്, അർത്ഥപരമായ. ഏഴാമത്തെ, ഹു ഡീകോഡ്സ് ദ മെസ്സേജ്? ആൻസർ റിസീവർ, സ്വീകരിക്കുന്നവൻ. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കോൾഡ്? ആൻസർ മെസ്സേജ്. വിച്ച് ഈസ് കോസ്ഡ് ബൈ ഇമോഷണൽ ഓർ മെന്റൽ സ്റ്റേറ്റ്? ആൻസർ സൈക്കോളജിക്കൽ, മാനസികം. പത്താമത്തത്, വിച്ച് ഗ്രീക്ക് ഫിലോസഫർ കോൺട്രിബ്യൂട്ടഡ് ടു ഏർലി കമ്മ്യൂണിക്കേഷൻ തിയറി? അരിസ്റ്റോട്ടിൽ. ആദ്യമേ കമ്മ്യൂണിക്കേഷൻ തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണെന്ന്? അത് അരിസ്റ്റോട്ടിൽ.